അരുൺ, ഇന്ന് എല്ലാവരും നടുക്കിയൊരു ദുരന്തമായിരുന്നു കരിമ്പ പനമ്പാടത്തുണ്ടായ ആ 4 വിദ്യാർത്ഥികളുടെ മരണം. ഇപ്പോൾ അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്ന ഷെറിൻ നമ്മുടെ കൂടെയുണ്ട്. അജ്ന ഷെറിൻ്റെ എളാപ്പയുടെ മകൾ കൂടിയാണ് മരിച്ച ഇർഫാന. അതുപോലെ തന്നെ ഇവിടുന്ന് 5 പേരും ഒരുമിച്ച് കളിച്ചു വളർന്ന ആളുകളൊക്കെയാണ്. നമുക്ക് എന്താണെന്ന് സംഭവിച്ചത്? അത് മണ്ണാർക്കാട്ടിൽ നിന്ന് ലോറി വരുന്നുണ്ടായിരുന്നു, പാലക്കാട്ടുണ്ടായിരുന്നു ലോറി വരുന്നുണ്ടായിരുന്നു. മണ്ണാർക്കാട്ട അങ്ങോട്ട് വരുന്ന ലോറി നല്ല സ്പീഡാണ് വന്നിരുന്നത്. അപ്പോൾ ഈ ലോറി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ചെരിഞ്ഞു. അപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന ലോറി ഈ ലോറിൻ്റെ ബാക്കിൽ പോയി ഇടിച്ചപ്പോൾ ഈ ലോറി പാലക്കാട് നിന്ന് വരുന്ന ലോറി നേരെ ഞങ്ങളുടെ നേർക്ക് വരികയത്. അപ്പോൾ എൻ്റെ പിന്നാലുള്ള എല്ലാവരെയും ഇടിച്ചുകൊണ്ടായി ലോറി. നിങ്ങളെല്ലാവരും എന്നും ഒരുമിച്ചാണ്? എപ്പോഴും കൂട്ടാണ് നിങ്ങൾ 5 ആളും? ഞങ്ങളെപ്പോൾ ഒരുമിച്ചാണ്, പോലും വരലൊക്കെ ഒരുമിച്ചാണ്. അതുകൂടെ ഇങ്ങനെ തുപ്പനാട് വഴി ഇങ്ങനെ നടന്നിട്ടാണ് ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരില്ലേ? ചിലപ്പോൾ ഞങ്ങൾ തുപ്പനാട് വഴി വരും, അല്ലെങ്കിൽ വേറെ വഴിക്കൂടെ വരും. ഇന്നിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഒരുമിച്ച് ഇറങ്ങി വന്നതാണ്. എല്ലാവരും ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ തന്നെയാണോ? 8ാം ക്ലാസ്സിൽ തന്നെ എല്ലാവരും പഠിക്കുന്നത്. വേറെ വേറെ ഡിവിഷനിലാണ്. 2 ആഴ്ച മുമ്പ് ക്ലാസ്സൊക്കെ മാറ്റി. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടും മാറിപ്പോയി ചെയ്തു. ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരികളായിരുന്നല്ലോ എല്ലാവരും? ഞങ്ങളെല്ലാവരും ഒപ്പമുള്ളവരാണ്. നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ? ഇന്ന് പരീക്ഷയൊക്കെ ആയിരുന്നല്ലേ? പുസ്തകങ്ങളുണ്ടായിരുന്നു. എൻ്റെ പുസ്തകമൊക്കെ ഈ മരിച്ച കുട്ടികളുടെ കയ്യിലാണ് എൻ്റെ പുസ്തകങ്ങളൊക്കെ. ഇപ്പോൾ ഈ പുസ്തകങ്ങളോ? ഇത് അവരുടെയാണ്. ഈ ബോർഡ് റിദ ഫാത്തിമാൻ്റെയാണ്, കൊട നിദാൻ്റെയും. പരസ്പരം മാറ്റി പിടിച്ചിങ്ങനെ ഒപ്പം വരികയായിരുന്നു. അവളുടെ ബാഗിൽ കൊള്ളില്ലാത്ത എൻ്റെ ബാഗിൽ ഇടുകയത്. ഈ ഇർഫാന അനിയത്തി കൂടിയാണല്ലേ? അനിയത്തിയാണ്. അതോ ഇപ്പാൻ്റെ സഹോദരനാണോ? ഇപ്പാൻ്റെ സ്വന്തം അനിയത്തിയല്ല, ഇപ്പാൻ്റെ സഹോദരൻ്റെ മകൻ. നിങ്ങൾ എന്നും ഒരുമിച്ച് തന്നെയാണ് ഇങ്ങനെ സ്കൂളിലേക്ക് പോക്കും വരവുമല്ല? ഒരുമിച്ച് തന്നെ പോകാല്. ഈ മറ്റേ വണ്ടി തട്ടിയപ്പോൾ ഈ വണ്ടി നിയന്ത്രണം വിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് വന്നത്. ഈ മോളെങ്ങനെയാ രക്ഷപ്പെട്ടത്? എങ്ങനെ മോള് ചാടിയത് കണ്ടോ? മോള് വാഹനം വരുന്നത് കണ്ടോ? ഞാൻ വാഹനം വരുന്നത് കണ്ടില്ല. എൻ്റെ അടുത്ത് കൂടെ വാഹനം പോയത്. ഞാൻ ചാടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് കുഴിക്ക് വീണു. പിന്നെ ആളുകൾ വന്നിട്ടാണ് പിന്നെ മോൾ എടുത്തത്? അല്ല, ഞാൻ അവിടെ പൊത്തുമ്പോൾ അതിൽ പിടിച്ച് കയറിയത്. മോളെ ചാലിലേക്ക് വീണു അല്ലേ? മറ്റുള്ളവരൊക്കെ അതിൽ കുടുങ്ങിപ്പോയില്ലേ? ഞാൻ വീണ്ടും നേരെ ഒരു വീണ്ടും ഉള്ളിൽ കയറിപ്പോയത്. നിങ്ങൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? കുഴപ്പമൊന്നും പരിക്കൊന്നും പറ്റിയില്ല. ഈ ഒരേ ഇന്ന് പരീക്ഷ കഴിഞ്ഞ് വരുമായിരുന്നു എല്ലാവരും ഒരേ? നാളത്തെ പരീക്ഷനെ കുറിച്ചിട്ടും നാളെ നേരത്തെ ഇറങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരികയായിരുന്നു. ഞങ്ങൾ ഐസ്ക്രീമും ഒക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയിട്ട് മെല്ലെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇന്ന് പരീക്ഷയെക്കുറിച്ചൊക്കെ ഇന്ന് എഴുതിയ പരീക്ഷയെക്കുറിച്ചൊക്കെ എഴുതി സംസാരിച്ചു വരികയാണ്. സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പരീക്ഷ സിമ്പിളാണ്, എനിക്കിത് ജയിക്കുന്ന ഉറപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാ വന്നിരുന്നു. അരുൺ, ഈ പറഞ്ഞതുപോലെയാണ് പരസ്പരം പുസ്തകങ്ങളൊക്കെ കൈമാറി ഒരു വേദനിക്കുന്ന അനുഭവമാണ് അവർക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒരു ആഘാതത്തിൽ കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരാളെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷേ 4 പേരുടെ നഷ്ടം അത് നികത്താനാവാത്തത് തന്നെയാണ് അരുൺ.